ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. മുന്നണികളിലെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26-ന് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് വേതനത്തോടുകൂടിയ അവധി ഉറപ്പാക്കണമെന്ന് ലേബർ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ദ്വിദിന ഹോമിയോപ്പതി സിംപോസിയം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഉദ്ഘാടനം ചെയ്യും. മദ്യനയ അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. കേരളത്തിൽ ചെറിയ പെരുന്നാൾ നാളെ. ആശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീർ, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദ്യൂ ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 മണ്ഡലങ്ങളിലേക്കാണ് 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 19-ആണ്. സൂക്ഷ്മ പരിശോധന 20-ന് നടക്കും. പത്രികകൾ 22 വരെ പിൻവലിക്കാം. മെയ് 7-നാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. എല്ലാ പാർട്ടികളുടെയും പ്രധാന നേതാക്കളെല്ലാം സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തമിഴ്നാട്ടിലെത്തി. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ പിലിഭീത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയെ വികസിത രാജ്യമാക്കാൻ സർക്കാർ പ്രവർത്തിക്കുകയാണെന്നും നേടാൻ അസാധ്യമായ ഒന്നുമില്ല എന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 19-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. മധ്യപ്രദേശിലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രചാരണ രംഗത്ത് സജീവമായി തുടരുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം. തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളും ശക്തമായ പ്രചാരണവുമായി മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയുടെ വിജയഗാഥയായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ. കഴിഞ്ഞ 10 വർഷത്തിനിടെ മുമ്പെങ്ങുമില്ലാത്ത വിധം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വികസിച്ചുവെന്നും അസമിലെ ലഖിംപൂർ ലോക്സഭാ മണ്ഡലത്തിലെ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധി സമാധാന കരാറുകൾ ഒപ്പുവച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 10 വർഷത്തിൽ 9500-ലധികം വിമതർ കീഴടങ്ങി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ചേർന്നിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏപ്രിൽ 26-ന് വേതനത്തോടുകൂടിയ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാ തൊഴിലുടമകളും തൊഴിലാളികൾക്ക് അവധി ഉറപ്പാക്കണമെന്ന് ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ. വാണിജ്യ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും IT, തോട്ടം മേഖലകളിലെയും വോട്ടവകാശമുള്ള മുഴുവൻ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും അവധി ബാധകമായിരിക്കും. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വോട്ടർമാർക്ക് അവരവരുടെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേതനത്തോടുകൂടി മതിയായ അവധി തൊഴിലുടമ ഉറപ്പാക്കണമെന്നും കമ്മീഷണർ അറിയിച്ചു. നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമി കൺവെൻഷൻ സെന്ററിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദ്വിദിന ഹോമിയോപ്പതി സിംപോസിയം ഉദ്ഘാടനം ചെയ്യും. ലോക ഹോമിയോപ്പതി ദിനത്തിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി സംഘടിപ്പിക്കുന്ന സിംപോസിയം ഗവേഷണത്തെ ശാക്തീകരിക്കുക, പ്രാവീണ്യം വർദ്ധിപ്പിക്കുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹോമിയോപ്പതി ഗവേഷണത്തിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. മദ്യനയ അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. അഴിമതിയിൽ ഗൂഢാലോചന നടന്നതായി തെളിവുണ്ടെന്നും ഇഡിയുടെ പക്കൽ അതിനുള്ള രേഖകളുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിചാരണ കോടതി ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട കെജ്രിവാൾ തീഹാർ ജയിലിൽ തുടരുകയാണ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ബിഭവ് കുമാറിനെയും AAP MLA ദുർഗേഷ് പഥക്കിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇരുവരുടെയും മൊഴി ഇഡി രേഖപ്പെടുത്തി. 2023-22 ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ AAP പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ നടന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ BRS നേതാവ് K. കവിതയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി ഏപ്രിൽ 23 വരെ നീട്ടി. കഴിഞ്ഞ ദിവസം കോടതി കവിതയ്ക്ക് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. മാർച്ച് 15-നാണ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കവിതയെ അറസ്റ്റ് ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
പൊന്നാനിയിൽ മാസപ്പിറ കണ്ടതോടെ കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ആശംസകൾ നേർന്നു. ആത്മനിയന്ത്രണത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദാരതയുടെയും മഹിമയെ വാഴ്ത്തുന്ന ആഘോഷമാണ് ഈദുൽ ഫിത്തർ എന്ന് ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കനിവും സാഹോദര്യവും ജീവിതത്തിൽ എന്നും മാർഗദീപമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർക്കെതിരെ പശ്ചിമ ബംഗാൾ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഐഎ ഇന്ന് കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചു. എൻഐഎ ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന പോലീസ് നടത്തുന്ന നടപടികളിൽ നിന്ന് ഇടക്കാല സംരക്ഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ബംഗാളിലെ ഭൂപതി നഗറിൽ 2022 ഡിസംബറിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പോലീസിന്റെ നടപടി. മോഷണം, സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റം എന്നിവ ആരോപിച്ച് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കേന്ദ്ര സർക്കാർ ദേശീയ അന്വേഷണ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്നു എന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ പ്രതിഷേധം തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമബംഗാളിലെ ടിഎംസി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്താൻ ദേശീയ അന്വേഷണ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്നു എന്നാരോപിച്ച് എംപിമാരായ ഡെറക് ഒബ്രിയാൻ, ഡോള സെൻ, സാഗരിക ഘോഷ്, സാകേത് ഘോഗ്ലെ എന്നിവരടങ്ങുന്ന പാർട്ടി പ്രതിനിധി സംഘം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിയാനയിൽ നിന്നുള്ള ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ചൌധരി ബിരേന്ദർ സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യയും മുൻ എംഎൽഎയുമായ പ്രേംലതയും കോൺഗ്രസിൽ ചേർന്നു. ന്യൂഡൽഹിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മുകുൾ വാസ്നിക്, ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നത്. മുൻ DMK പ്രവർത്തകൻ ജാഫർ സാദിഖിനെതിരെ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ വിവിധ നഗരങ്ങളിൽ ഇഡി റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരം ചെന്നൈ, മധുര, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലാണ് റെയ്ഡ്. 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന 3500 കിലോ മയക്കുമരുന്ന് കടത്തിയതുമായി ബന്ധപ്പെട്ട് ജാഫർ സാദിഖിനെ കഴിഞ്ഞ മാസം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തിരുന്നു. മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഫെബ്രുവരിയിൽ DMK സാദിഖിനെ പുറത്താക്കിയിരുന്നു. ബെൽജിയൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ജനറൽ തിയോഡോറ ജെൻഡൂസുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ബെൽജിയവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വജ്രവ്യവസായം, അർദ്ധചാലകങ്ങൾ, ഹരിത വളർച്ച എന്നിവയും ചർച്ചയിൽ വിഷയമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 5ാം സ്ഥാനത്തും പഞ്ചാബ് 6ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാനഡയിലെ ടൊറന്റോയിൽ നടക്കുന്ന ദ ഫിഡെ കാൻഡിഡേറ്റ്സ് ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ഡി ഗുകേഷ് അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കഴുവാനയ്ക്കൊപ്പം 2ാം സ്ഥാനം പങ്കിട്ടു. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ 4ാം റൌണ്ടിൽ ഗ്രാൻഡ് മാസ്റ്റർ ഹക്കാരു നക്കാമുറയ്ക്കെതിരെ സമനില വഴങ്ങി 4ാം സ്ഥാനം നിലനിർത്തി. 5ാം റൌണ്ടിൽ പ്രജ്ഞാനന്ദ മുൻനിര താരം ഇയാൻ നെപ്പോം നിയാച്ചിയെയും ഗുകേഷ് അസർബൈജാനി ഗ്രാൻഡ് മാസ്റ്റർ നിജത് അബോസോവിനെയും നേരിടും. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് UGയുടെ രജിസ്ട്രേഷന് നാളെ രാത്രി വരെ അപേക്ഷിക്കാം. പല കാരണങ്ങളാലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് സമയം നീട്ടുന്നതെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 58 പോയിന്റ് കുറഞ്ഞ് 74,683ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 23 പോയിന്റ് നഷ്ടത്തിൽ 22,642ലും വ്യാപാരം അവസാനിപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് സർവകാല റെക്കോർഡ് നേട്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത്. സെൻസെക്സ് ചരിത്രത്തിൽ ആദ്യമായി 75,000 പോയിന്റ് മറികടന്നിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. മുന്നണികളിലെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26-ന് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് വേതനത്തോടുകൂടിയ അവധി ഉറപ്പാക്കണമെന്ന് ലേബർ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ദ്വിദിന ഹോമിയോപ്പതി സിംപോസിയം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഉദ്ഘാടനം ചെയ്യും. മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. കേരളത്തിൽ ചെറിയ പെരുന്നാൾ നാളെ. ആശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.